പ്രിയമുള്ളവരെ സ്വാഗതം. നമ്മുടെ തേക്ക് മ്യൂസിയത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇപ്പോൾ മ്യൂസിയത്തിൻ്റെ ഉൾഭാഗമൊക്കെ നമ്മളിതിലാണ് കാണിക്കുന്നത്. വേറൊരു ഫോർമാറ്റാണ്, അതുകൊണ്ടാണ് നമുക്ക് ഒപ്പം കാണിക്കാതിരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ കണ്ട തേക്ക് എന്ന് പറയുന്നത് ഒരു 2 ലക്ഷത്തിന് മേലെ വിലയുണ്ടാവും എന്നുള്ളതാണ്. കാണുമ്പോൾ എത്ര സിമ്പിളാണ്, അത്രയ്ക്ക് കടുപ്പവും വലിപ്പവും അല്ലെങ്കിൽ കാതലൊക്കെ ഉള്ള തേക്കാണ് അത്. അതിൻ്റെ പുറമേയുള്ള ചെറിയൊരു വിഷ്വലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു വലിയ സംഭവമാണ് ഇത്രയും ഒരു തേക്ക് എന്നുള്ളത്. ഏതാണ്ട് 3500-3800ഓളം വർഷം ഈ ഭൂമിയിൽ ഈ ചരിത്ര സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയായൊരു തേക്കാണത്. ആലോചിച്ച് നോക്കുക. 1540 നിലമ്പൂർ ഈ തേക്ക് പ്ലാന്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതലുള്ള ചരിത്രം പറയുന്ന ഒരു തേക്കാണെന്നുള്ളതാണ്. അക്ബർ ജനിച്ചത്, ശിവജി ജനിച്ചത്, 2 സ്വാതന്ത്ര്യ സമരങ്ങൾ, ഗാന്ധിജി ജനിച്ചത്, രവീന്ദ്ര ടാഗോറിൻ്റെ ജന്മസമയം, അങ്ങനെ സ്വാതന്ത്ര്യമൊക്കെ വാങ്ങിച്ച് 3500ഓളം വർഷം ഭൂമിയിൽ എല്ലാത്തിനും ദൃക്സാക്ഷിയായിരുന്ന ഒരു വലിയ മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ ശരിയാവുമല്ലോ, വലിയ സംഭവം തന്നെയാണ്. അപ്പോൾ ആ തേക്ക് വളരെ ഇത്രയും ഭംഗിയായിട്ട് അത് സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെയൊക്കെ പ്രത്യേകത. അത്രയും കാലം, നമ്മളൊക്കെ എത്ര 80-100 വർഷം ജീവിക്കുന്നതാണ്, 3500 വർഷം എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. അപ്പോൾ അത്രയും വലിപ്പമുള്ളൊരു തേക്കിൻ്റെ ക്രോസ് സെക്ഷനും അതിൻ്റെ ഡേറ്റിംഗ് കാലത്തിൻ്റെ ആ വലിപ്പം അനുസരിച്ചിട്ടാണ് അങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ മുൻപുള്ള സമ്പന്നരുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന തേക്കിൻ്റെ വലിയ ഫർണിച്ചറുകൾ, ഉരുപ്പടികൾ അല്ലേ കാണുമ്പോൾ അന്നൊക്കെ അത് വളരെ വിലപിടിപ്പുള്ളത്, ഇപ്പോഴും വിലപിടിപ്പുള്ള സംഭവം തന്നെയാണ്. അതിന് കൗതുകം ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ അത് കാലാതീതമാണ്. നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല, അത് പോളിഷ് ചെയ്ത് ഇങ്ങനെ കിടന്നുള്ളതാണ്. അപ്പോൾ തേക്കിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുന്നവർക്ക് നല്ലൊരു വീഡിയോ ആണ്, എല്ലാവരും കാണണം. ഇത് തേക്കിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാകുന്ന ഷഡ്പദങ്ങളുടെ കാര്യമാണ് മുമ്പ് കാണിച്ചത്. പിന്നെ വ്യത്യസ്ത കലാരൂപങ്ങൾ തേക്കിൻ്റെ തന്നെ ചെറിയ സ്ലൈഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കഴിവുള്ള കലാകാരന്മാരുടെ കൈകളിലൂടെയാണ് അതൊക്കെ ഉരിയുക. തേക്കിൻ്റെയൊക്കെ തോക്കിൻ്റെയൊക്കെ ബേസ് ഈ തേക്കിൻ്റെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇതൊക്കെ വളരെ കഴിവുള്ള ആളുകളുടെ. ഇത് വ്യത്യസ്തമായ മരങ്ങളുടെ കളറും അതിൻ്റെ ക്രോസ് സെക്ഷനൊക്കെ ഇവർ ഭംഗിയായിട്ട് ഉണ്ടാക്കി നമുക്ക് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്ത് വച്ചിരിക്കുന്നതാണ്. വർഷങ്ങളുടെയൊക്കെ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതാണ്. ഇവിടെ നിന്ന് മാത്രമല്ല, സമീപസ്ഥമുള്ള മരങ്ങളുടെ, അതായത് വ്യത്യസ്ത ഓരോ മരങ്ങൾ, തേക്ക്, ഈട്ടി, കാതൽ, വൻതേക്ക്, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ. അതും ഒരു മരവും അതുമാതിരി ഇതിനൊക്കെ കൗതുകമുള്ള ആൾക്കാരെ സംബന്ധിച്ചിട്ട് വളരെ സമയം ചെലവഴിക്കാവുന്ന ഒരു തേക്ക് മ്യൂസിയം തന്നെയാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. എപ്പോഴും ഏത് മ്യൂസിയത്തിലും നമ്മൾ കൂടുതൽ സമയം ചെലവഴിച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ നമുക്കത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുള്ളൂ. ഇവിടെയുള്ള ഒരു തേക്കിൻ്റെ ഇതാണ് എത്രയോ പഴക്കമുള്ള തേക്കാണെന്ന് അറിയും, വർഷങ്ങളുടെയൊക്കെ പഴക്കം അതെല്ലാം കാണിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വർഷം പഴക്കമുണ്ട് എന്നുള്ള കാര്യമൊക്കെ അതിനകത്തൊപ്പം തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഓരോരോ മരങ്ങളുടെയും ക്രോസ് സെക്ഷൻ, അതിൻ്റെ പ്രായം, എത്ര വർഷം അത് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉള്ള കാഴ്ചകളൊക്കെയാണ്. ശരിക്കും നമുക്ക് പ്രകൃതിയെക്കുറിച്ചൊക്കെ ധാരാളം കോൾമേർ കൊള്ളുന്ന അല്ലെങ്കിൽ കൊരുത്തിരിപ്പിക്കാവുന്ന വിവരങ്ങൾ ഈ നിസ്സാരമെന്ന് കരുതുന്ന തേക്കിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ തേക്കും ആ വളർച്ച അത്രയും വളർന്നു കഴിഞ്ഞാൽ എത്രമാത്രം ഡയമീറ്ററൊക്കെ ഉണ്ടാവും, എത്രമാത്രം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വലിയ തേക്കിൻ്റെയൊക്കെ വലിപ്പം നോക്കി, അത്ര നീളമുള്ളൊരു തേക്കൊക്കെ ഏതാണ്ട് ഒരു 60-80 വർഷം ഉണ്ടെങ്കിൽ തേക്കാണ് നമ്മൾ ആദ്യം 2 ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. ഇതതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഈ പിന്നീടും ബാൻഡ് ഉപകരണങ്ങളൊക്കെയാണ്, നമ്മളുടെ സംഗീതോപകരണങ്ങളൊക്കെ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. മനോഹരമായൊരു ആട്ടുകട്ടിൽ. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ആട്ടുകട്ടിൽ നമുക്കുണ്ടാക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 1.5 ലക്ഷം രൂപ വേണ്ടി വരും എന്നുള്ളതാണ്. സംഗീതോപകരണങ്ങൾ, അങ്ങനെ ഓരോരോ പഴയ കാലത്തുള്ള സമ്പന്നരുടെ വീടുകൾ അലങ്കരിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അത് വാങ്ങി വെച്ചതാണോ അതോ ഉണ്ടാക്കിയതാണെന്നോ അറിയില്ല. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചത് ഓരോ മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ വെട്ടി ഇരിപ്പിടം മാതിരി ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പഴയ പെട്ടികളൊക്കെ, അത് വ്യത്യസ്തമായ അളവുകളിൽ. ഇത് തേക്കുകൾ ഓരോരോ എത്ര പ്രായം എന്നൊക്കെ അറിയാവുന്ന വിധത്തിലുള്ള ഒരു സാമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതേ മോഡൽ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കഷ്ണങ്ങളൊക്കെ സൂക്ഷിക്കുന്നത്. ആക്ച്വൽ കാതൽ ആണ് ഈ കാണുന്നത്, തേക്കിൻ്റെ ഏറ്റവും ഉൾഭാഗം.
അത് തേക്ക് മാത്രമല്ല, അവിടെ അടുത്തുള്ള ഓരോരോ മറ്റു മരങ്ങളെ കൂടി കാണിച്ചിട്ടുണ്ട് നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിനൊക്കെ ഒരു ഫിനിഷിംഗ് ഉണ്ട്, ആ ഡിസൈനിങ് ഉണ്ട്. ഇതൊക്കെയാണ് വാസ്തവം പറഞ്ഞാൽ നമ്മളെ ആകർഷിക്കുന്നത്. തേക്ക് എപ്പോഴും എല്ലാ അർത്ഥത്തിലും വില പിടിച്ച മെറ്റീരിയൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏത് ഫർണിച്ചർ തേക്കിൻ്റെ വാങ്ങിയാലും അത് നമ്മളായിട്ട് പിന്നെ അത് ഒന്നും ചെയ്യേണ്ടി വരില്ല. പിന്നെ കലാരൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു ആനയുടെ ഇതൊക്കെ ഒറ്റ തടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞാൽ എന്തുമാത്രം അധ്വാനം വേണ്ടതാണെന്നറിയോ നമ്മളതുകൊണ്ട്. കുറേ ആനകളുണ്ടായിരുന്നു, ഞാൻ കുറച്ച് മാറ്റി. ചെറിയ ചെറിയ ആനകളും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മളുടെ ക്ഷമ പരീക്ഷിക്കുന്ന വിധത്തിൽ സമയം പോകുന്നുള്ളതാണ്. നിലവിളക്കൊക്കെ തേക്കിൻ്റെ കണ്ടിട്ടൊക്കെ ഉണ്ടോ? ഇത് 2 നില മുകളിൽ നിന്ന് നോക്കിയാലും കാണുന്നത് ഇങ്ങനെയാണ്. ആ മരത്തിൻ്റെ ആക്ച്വൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന, ഉണക്കി സീസൺ ചെയ്ത് അത് സൂക്ഷിച്ചിരിക്കുന്നതാണ് എന്നത്. അപ്പോൾ ഇത്ര വർഷമായി കഴിഞ്ഞാൽ തേക്ക് എത്ര വലിപ്പമാവും എന്നുള്ള അറിവൊക്കെ ഉണ്ട്. ഇതൊക്കെ ആവറേജ് 30 വർഷമെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും വലിപ്പമുള്ള തേക്ക് ഉണ്ടാവുള്ളൂ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കും, 30 വർഷം എന്ന് പറയുന്നത് തേക്കിനെ സംബന്ധിച്ചിട്ട് ഒരു വർഷം പോലും അല്ല. 3000-4000. ഞാൻ മുമ്പ് പറഞ്ഞ ആ മരത്തടി പോലുള്ള സാധനം, ഇത് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്നറിയില്ല. അതങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ തേക്കിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നത് ഓരോ സ്പെസിമെൻ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ദേശിച്ചതായിരിക്കും. പിന്നീട് കാലം മാറിയപ്പോഴും അതിനൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് ഏതെങ്കിലും കൊത്തുപണികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പീസുകൾ വേണമല്ലോ. പിന്നെ നമ്മൾ പുറത്ത് കടന്ന് അവിടുത്തെ മനോഹരമായ ഗാർഡനിങ് ആണ് ഈ കാണുന്നത്. വളരെ കണ്ണിന് കുളിർമയേകുന്നത്ര സൗമ്യതയുണ്ട്, പച്ചപ്പുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ജലധാര കൂടി ആകുമ്പോൾ വിസ്മയം തന്നെ. പ്രകൃതിയാണ്, 2 തവളക്കുട്ടന്മാരാണ് ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മളിവിടെ ഓർക്കിഡ് തോട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. ഓർക്കിഡ് തോട്ടങ്ങൾ, അതും അവർക്ക് കിട്ടാവുന്നത്ര ഓർക്കിഡുകളെ ആ ഭാഗത്ത്. ഇതാണ് അകലേന്ന് നോക്കുമ്പോൾ നമ്മൾ കണ്ട തേക്ക് പ്ലാന്റേഷൻ, ആ മ്യൂസിയത്തിൻ്റെ ചിത്രം. ഇതൊക്കെ പിറകുവശത്താണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം കാണിച്ചിരിക്കുന്നതിന് മുൻവശവും സൈഡിലും മാത്രമാണ്. അപ്പോൾ പിറകിലേക്ക് വന്നാലാണ് ഇത്രയും ഭാഗം കാണാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞ് 2 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് നമുക്കിവിടെ ചിലവഴിക്കാനുണ്ടാവും എന്നുള്ളതാണ്. ഇത് അതെ, നല്ല മനോഹരമായിട്ട്. ഇവിടെ അടുത്ത പ്രത്യേകത കണ്ടത് ഇതിൻ്റെ വേരുകളാണ്. ഈ വേരുകളൊക്കെ ഇങ്ങനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എത്രയോ ബുദ്ധിമുട്ടാണ്. ഇത് ജീവനുള്ളത് കൂടിയാണ്, ലൈവാണ്. അതിനകത്ത് നമുക്ക് കയറിയിരിക്കാം, ഊഞ്ഞാലാടാം, അത്രയ്ക്ക് ബലമുണ്ടെന്നുള്ളതാണ്. ശരിക്കും വനത്തിൻ്റെ ഒരു ഏരിയ ആയിരുന്നു ഇത്. അപ്പോൾ അവർ ഇങ്ങനെ ഗാർഡനിങ് ആക്കിയപ്പോൾ അത് നിലനിർത്തി എന്നുള്ളതാണ്. ഇത്രയും സ്ഥലം ഇത്രയും മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കാനുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്കതൊരു ഫ്രീ ആണ് തോന്നുന്നു. അതിന് ഫീസൊന്നും ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുകയാണ്. ഇങ്ങനെ തേക്കിൻ്റെ ഒരു മ്യൂസിയം ലോകത്ത് വേറെ ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിലമ്പൂർ തേക്കിൻ്റെ മ്യൂസിയം ഉണ്ടാവുമെന്നുള്ള അറിവ് തന്നെ വാസ്തവം പറഞ്ഞാൽ എത്ര വില പിടിച്ചതാണ്. എത്രയോ കാഴ്ചകൾ, എത്രയോ കാര്യങ്ങൾ. അങ്ങനത്തെ ഷഡ്പദങ്ങൾ ഈ തേക്കിന് മരത്തിൻ്റെയോടൊപ്പം ആ കാട്ടിൽ വളരുന്ന ഷഡ്പദങ്ങളുടെ നീണ്ട ഭാഗങ്ങൾ തന്നെയുണ്ട്. നല്ല കുറേ ഉണ്ട്. ഞാനത് സാമ്പിളായിട്ട് ഒന്ന് മാത്രമേ അത് കാണിച്ചുള്ളൂ നമ്മളാദ്യം. അങ്ങനെ പിന്നെ കുമിളുകളൊക്കെ ഉണ്ട്, മറ്റ് ഈ സസ്യങ്ങളോടൊപ്പം വളരുന്ന അതിനെയും കൂടിയൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ദീർഘമായ വീഡിയോ ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. ഇതാണ് നമ്മൾ ഓർക്കിഡ്. ഇവിടെ ഒരു ചെറിയ ജലധാര ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത്രയും മുകളിൽ നിന്നും വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ ശബ്ദം എത്ര ആകർഷണീയമാണെന്ന് മനസ്സിലായി. നമ്മൾ കേൾക്കുന്ന ആ ശബ്ദത്തിൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് കോർണറിലുള്ള ചെറിയൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ലഭ്യമായ ഒട്ടുമിക്ക ഓർക്കിഡുകളും ഉണ്ട്, എല്ലാം പോയിട്ടൊന്നുമില്ല. പിന്നെ എന്തോ ആൾക്കാരൊക്കെ വന്നു തുടങ്ങാനേ ഉള്ളൂ. നമ്മൾ രാവിലെയാണ് ഈ ഭാഗത്തൊക്കെ എത്തിക്കുന്നത്. നമ്മൾ വന്ന സമയത്തൊക്കെ മഴയുടെ ഒരു ഇതൊക്കെ ഉള്ള സമയം കൂടി ആയിരുന്നു വന്നപ്പോൾ. നമ്മളുടെ ഓർക്കിഡ് പാർക്കും അത് നമുക്ക് പക്ഷേ ഓർക്കിഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വ്യത്യസ്തതയൊക്കെ ഞാനത്ര അതിനകത്ത് അറിവുള്ള ആളല്ല. ഞാൻ പറഞ്ഞ ആ ജലധാരയുടെ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഓർക്കിഡ് പാർക്കിന് ശേഷം നമ്മൾ വീണ്ടും അതിന് ഗാർഡനിങ് കൂടി തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഗാർഡനിൽ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് തോന്നുന്നു ആളുകളുടെ എണ്ണമൊക്കെ കുറവ്. ഓർക്കിഡ് ഹൗസ് എന്നാണ് അത് പറഞ്ഞറിയപ്പെടുന്നത്. ഇതും പുറമെയുള്ള ഓരോരോ പുതിയ ഓർക്കിഡ് ഇനങ്ങളാണ്. അത് ഓർക്കിഡിൽ എനിക്കത്ര അറിവില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കൂടുതൽ കാലം നിലനിൽക്കുന്ന പൂക്കളാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ
ഈ മരം കണ്ടോ, ഇതിന് തന്നെ ഒരു 200 വർഷത്തിന് മേലൊക്കെ പ്രായം ഉണ്ടാവുന്നുള്ളതാണ്. മരങ്ങളങ്ങനെ സാക്ഷിയായിട്ട് ഇങ്ങനെ നിന്നോളും, കാലത്തിന് സാക്ഷികളായിട്ട്. അങ്ങനെ വെണ്ടേക്കാന്ന് തോന്നുന്നു ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ മരങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്കെന്തോ മരങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു അടുപ്പം, ഒരു ബഹുമാനമൊക്കെ. നമ്മളെക്കാളും ഏജുള്ള സംഭവങ്ങളാണല്ലോ അതൊക്കെ. അപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് എത്രയോ ആളുകൾ ഇവരുടെ അടുത്ത് വന്നു പോകുന്നതൊക്കെ ഈ മരങ്ങൾ അറിയുന്നുണ്ട്. ബാമ്പു നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിലും കാണിച്ച ഭാഗം തന്നെയാണ്. ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ നമ്മൾ എടുത്തതാണ്. അരുവി അകലയിൽ നിന്നും കാണുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ സൗന്ദര്യമൊക്കെ എനിക്ക് എത്ര സമയം നോക്കിയിരുന്നാലും ഇത് കാണാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് തോന്നിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മൾ മുമ്പ് പറഞ്ഞ വെള്ളം കൊണ്ടുവന്ന പൈപ്പ് ലൈനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുമെന്നുള്ളതാണ്. ഓരോരോ വീടുകളിലേക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ട് മുകളിൽ നിന്ന് തന്നെ പൈപ്പിലൂടെ വെള്ളം. ആലോചിച്ച് നോക്കി, ഞാൻ ആദ്യം കണ്ടത് കേബിളൊക്കെ ആണെന്ന് കരുതി ഇങ്ങനെ വെള്ളം. അപ്പോൾ ഈ വനത്തിൻ്റെ ഈ ഭാഗത്ത് എന്തിനാണ് കേബിളിൻ്റെ ആവശ്യം എന്നറിഞ്ഞ് ചോദിച്ചപ്പോഴാണ് നമുക്കിവിടെ അത് കേബിളായിട്ടാണ് അനുഭവപ്പെടുക. പക്ഷെ അത് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ക്വാളിറ്റി ഉള്ള പൈപ്പുകളാണ്. അതിൽ 5-6 പൈപ്പുകളെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പൈപ്പുകളാണത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ മുഴുവൻ അധികാരികൾ അവർക്കായിരിക്കും, അവർക്കത് വേണം. അപ്പോൾ എല്ലാവരും പരസ്പര ബഹുമാനത്തോടെ അത് സംരക്ഷിക്കുന്നു, ആരും അതിനെ ശല്യം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒന്ന് കുളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് താഴേക്ക് ഇറങ്ങി പോകുന്നത്. ഇത് വളരെ റിസ്ക്കുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ ഓരോ ഇങ്ങനത്തെ അരുവിയിലൊക്കെ കുളിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ ധാരാളം അപകടം പതിയിരിക്കുന്ന ഏരിയ കൂടിയാണ്. 2 വിധത്തിൽ കേട്ടോ. ഒന്ന്, അധികം ആൾക്കാർ സഞ്ചരിക്കാത്ത വഴികളായതുകൊണ്ട് സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ നമ്മൾ ചെരുപ്പിട്ടിട്ട് പോകുമ്പോൾ നമുക്ക് കാലിൻ്റെ ഗ്രിപ്പ് കിട്ടില്ല, വീഴാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സാധാരണഗതിയിൽ അനുവദിക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ ചെറുപ്പക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ സമ്മതം വാങ്ങിയിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ഇത്ര അകലയിൽ നിന്ന് വന്നിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള കുരിശൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ ആരും സമ്മതിക്കില്ല എന്നുള്ളതാണ്. വരുമാരൊക്കെ ഒന്ന് വീഴാൻ പോകുന്നുണ്ട്. ആലോചിച്ച് നോക്കെ, പരിക്ക് പറ്റാണ്ട് എല്ലാ കല്ലും മണ്ണും പാറകളൊക്കെ അല്ലേ. നമ്മൾ ഇങ്ങനത്തെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പരിചയം അനുഭവമുള്ള ആൾക്കാരായിരിക്കില്ല. ശരീരം ആ ലെവലിൽ ഹെൽത്തി ആണെങ്കിലാണ് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുള്ളൂ. കുട്ടികളൊക്കെ പോകുമ്പോൾ അവർക്ക് ശരീരം ഇതായിട്ട് തോന്നിക്കും. പക്ഷേ എടുത്തുചാട്ടം കൂടുതലായതുകൊണ്ട് ആ പ്രവർത്തനമൊക്കെ സാധ്യത വളരെ 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 കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവരാരും തന്നെ പൊതുവെ ഇതിനൊന്നും അനുവദിക്കാറില്ല. ഞങ്ങൾ പിന്നെ 4-5 പേര്, സുരേഷ്, അനുജയൻ, ഹരികുമാർ, മറ്റു സുഹൃത്ത്, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് വന്ന് ഞാനാണ് നിർബന്ധിച്ചത്. സന്ധ്യായ സമയമാണ് എന്നാലും കാരണം ഇത്രയും വന്നിട്ട് ഈ അരുവിയിലൊന്ന് കുളിക്കാതിരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്കത് അസ്വീകാര്യമാണ്. ഞാൻ എന്തായാലും കുളിക്കാൻ തന്നെ തീരുമാനിച്ചു എന്നുള്ളതാണ്. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. പക്ഷേ അങ്ങനെ അധികം തണുപ്പല്ല. നമ്മൾ കുറച്ച് നനഞ്ഞു കഴിയുമ്പോൾ പിന്നെ തണുപ്പിൻ്റെ ഒക്കെ മാറുമല്ലോ. ശരിക്കും മാറിയെങ്കിൽ ഭാവിയിടാൻ പോകും. സംഭവിച്ചില്ല. നമുക്ക് ഇങ്ങനത്തെ വഴികളിലൊക്കെ പോയി പരിചയമുണ്ടെങ്കിലാണ് നമുക്ക് എളുപ്പമായിട്ട് തോന്നിച്ചുള്ളൂ. അപ്പോൾ ഒരാൾ കുളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കുളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവർക്കും നല്ല ഇങ്ങനത്തെ ഇവിടെ കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ നവോന്മേഷം ഉണ്ടാവുന്നുള്ളതാണ്. അത് സാധാരണ കുളിക്കുന്നതിനേക്കാൾ ഏറെ എന്താണെന്നറിയില്ല, തണുപ്പിൻ്റേതാണോ അതോ വെള്ളത്തിൻ്റെ ക്വാളിറ്റി ആണോ, ആ ഏരിയ മൊത്തം അങ്ങനെ ആയതുകൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് നല്ല മനസ്സിനും ശരീരത്തിനൊക്കെ എത്രയും സന്തോഷം കിട്ടുന്ന ഒരു അതായത് ഫ്രീ ആയിട്ടുള്ള ഇങ്ങനത്തെ റോളിങ് വെള്ളത്തിലൊക്കെ കുളിക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്കൊരു അരമണിക്കൂറിൽ കുളിക്കാൻ പറ്റില്ല ആ തണുപ്പുള്ളതുകൊണ്ട്. ഞാൻ ഈ വെള്ളത്തൊന്ന് കുടിച്ചു നോക്കി. നല്ല വെള്ളം തന്നെയാണ്, നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. ആരെയല്ല, നല്ല വെള്ളം തന്നെ. ഇതിൻ്റെ കുറച്ച് മുകളിൽ നിന്നാണ് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് കളക്ട് ചെയ്യുന്നത്. കാരണം ആളുകൾ ഇങ്ങനെ കുളിക്കാനൊക്കെ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മുകളിലൊന്നും ആരും ഉള്ളതായിട്ടൊന്നുള്ള അറിവോ ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5 കിലോമീറ്റർ മുകളിൽ നിന്നാണ് അവരെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. എന്നുവെച്ചാൽ അവർക്ക് അത്രയ്ക്ക് പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്ക് മുകളിൽ കൊണ്ടുപോയിട്ട് ഈ വെള്ളം ടാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താങ്ക് യു സുഹൃത്തുക്കളെ. ഞങ്ങളുടെ സമയം ഞങ്ങൾക്ക് ഇതിൻ്റെ സന്തോഷമുണ്ട്. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.